പ്രജിതേ, എന്താണ് ഈ എൻവിഡിയ? എൻവിഡിയ എന്നുള്ളത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ വല്ലാതെ കേൾക്കുന്ന ഒരു പേരാണ്. അത് ഒരു മൈക്രോ ചിപ്പ് നിർമ്മാണ കമ്പനിയാണ്. അമേരിക്കൻ മൈക്രോ ചിപ്പ് നിർമ്മാണ കമ്പനിയാണ് എൻവിഡിയ. അതായത് സാക്ഷാൽ മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയും ഒക്കെ കടത്തിവെട്ടിയിട്ടാണ് ഇപ്പോൾ എൻവിഡിയ ഈ ഒരു ലോക മാർക്കറ്റ് മൊത്തം പിടിച്ചടക്കിയിട്ടുള്ളത് എന്ന് പറയാം. ഫ്രാൻസ്, ബ്രിട്ടൻ, ഇന്ത്യ എന്നിവയുൾപ്പെടെ മിക്കവാറും ലോകരാജ്യങ്ങളുടെയൊക്കെ ആഭ്യന്തര ഉൽപ്പാദനത്തെക്കാൾ കൂടുതലാണ് ഈ കമ്പനി ഉണ്ടാക്കുന്ന മൂല്യം എന്നുള്ളതാണ്. അതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് പെട്ടെന്നായിരുന്നു. ആ പെട്ടെന്നുള്ള വളർച്ചയിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭത്തിലേക്ക് കമ്പനി പോയി. അപ്പോൾ ഒരു മൈക്രോ ചിപ്പ് കമ്പനി ഉണ്ടാക്കുക, അത് ഒരു മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയൊക്കെ കടത്തിവെട്ടുക എന്ന് പറയുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. പലരും അതിന് ശ്രമിച്ച് പിൻവാങ്ങിയ ഇടത്തിലാണ് ഈ പറയുന്ന കണക്ക് എൻവിഡിയ ഇതെല്ലാം നോക്കി വാങ്ങുന്നത്. അപ്പോൾ 1 ട്രില്യൺ മാർക്കറ്റിൽ ഇത് 1 ട്രില്യൺ കടന്നത് 2023 അപ്പോൾ ആ 2023 ഇതിൻ്റെ ഒരു മൂല്യം എന്നത് 1 ട്രില്യൺ കടന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വേഗത്തിലാണ് ഈ കമ്പനിയുടെ വളർച്ച എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2024 ഫെബ്രുവരിയിൽ ആദ്യമായിട്ട് $2 ട്രില്യൺ ഇതിൻ്റെ മൂല്യം കടന്നു എന്നുള്ളതാണ്. ജൂണോടെ മൂല്യം 3 ട്രില്യണും കടന്നു. 2024 ഫെബ്രുവരിയിൽ ആദ്യമായിട്ട് 2 ട്രില്യൺ മൂല്യം പിന്നിട്ടു. ജൂണോടുകൂടി 3 ട്രില്യൺ കഴിഞ്ഞു. ഒരു വർഷം കൊണ്ട് മാർക്കറ്റ് വാല്യൂ 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ഈ പറയുന്ന എൻവിഡിയയ്ക്ക് കഴിഞ്ഞു. അവിടെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു യുദ്ധം കൂടി നടക്കുന്നുണ്ട്. അതായത് നേരിട്ട് കാണുന്നില്ലാത്ത അല്ലാതെയുള്ള ഒരു യുദ്ധമാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ AI യുഗമാണല്ലോ. AI യുഗത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും മികച്ചത് ആരുണ്ടാക്കുമെന്നുള്ള മത്സര ബുദ്ധിയോടെയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ ഏറ്റവും മികച്ച AI ആരായിരിക്കും ഉണ്ടാക്കുക, അതിൽ മേധാവിത്വം ആരുടേതായിരിക്കും, അതിലൂടെ ആരാണ് കാശുണ്ടാക്കാൻ പോകുന്നത്, ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. നമ്മളും പല AI ചിത്രങ്ങളും വീഡിയോസൊക്കെ വരുമ്പോൾ വളരെ കൗതുകത്തോടു കൂടിയാണ് നമ്മൾ നോക്കി കാണുന്നതൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു യുദ്ധമാണ്, അല്ലാതെ മറ്റ് തരത്തിലുള്ള യുദ്ധമല്ല, ഫിസിക്കൽ വാറല്ല, ഇത്തരത്തിലുള്ള യുദ്ധമാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള മാറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എൻവിഡിയെ കാണേണ്ടത് കൂണ് പോലെ മുളച്ചു പൊന്നുന്ന പുത്തൻ കമ്പനികളൊക്കെ ഏറ്റവും മികച്ച AI സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വിപണികളൊക്കെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ സ്റ്റാൻഫോർഡ് സർവകലാശാല AI 2023 റിപ്പോർട്ട് പ്രകാരം $249 ബില്യൺ 2013-21 കാലയളവിൽ ഇതിനു വേണ്ടി അമേരിക്ക നിക്ഷേപിച്ചിട്ടുള്ളത്. ചൈനയുടേത് 95 ബില്യണും. എന്നാൽ പണം കൊണ്ട് മാത്രം ഇവിടെ വിജയിക്കാനും പറ്റില്ല, പണം ഇറക്കിയത് കൊണ്ട് മാത്രം ആവുകയില്ല. AI ഏറ്റവും നിർണായകമായിട്ടുള്ളത് കമ്പ്യൂട്ടറിന്റെ ശേഷിയാണ്. അപ്പോൾ ഡാറ്റ സെന്ററുകളാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ് ഈ ചിപ്പ് എന്ന് പറയുന്നത്. അവിടെയാണ് എൻവിഡിയ മാർക്കറ്റ് പിടിച്ചിരിക്കുന്നത്. ഇത്തരമൊരു സാധ്യതയൊക്കെ, അതായത് AI ഒക്കെ വരാം, എൻവിഡിയ വരുന്ന കാലയളവിലൊക്കെ സാധാരണ ഓഫീസ് ഡ്യൂട്ടികൾക്ക് മാത്രമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻവിഡിയയുടെ ചിന്ത പോലും അവർക്ക് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഇത് പലതരത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റാം എന്നുള്ളതൊക്കെ ദീർഘവീക്ഷണത്തോടുകൂടി അവർ കണ്ടിട്ടാണ് ഈ ഒരു ചിപ്പിലേക്ക് ഇവരുടെ ഒരു കാര്യം വരുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ചിപ്പ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് 3 സുഹൃത്തുക്കള് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ടേബിളിന് ചുറ്റും ഇരുന്നുണ്ടായ ഒരു സംസാരത്തിൽ നിന്നാണ് 93 ഈ ഒരു സംസാരം നടക്കുന്നത്. അപ്പൊ ഈ സംസാരത്തിൽ നിന്നാണ് ഈ ഒരു ആശയം തന്നെ പിറവികൊള്ളുന്നത്. അപ്പോൾ ഇവർ 3 പേരും കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകളാണ്. അപ്പോൾ വിവിധ IT കമ്പനികളൊക്കെ ജോലി ചെയ്ത് പരിചയമുള്ളവരായിരുന്നു ഇവര്. തായ്വാനിൽ ജനിച്ച് അമേരിക്കയിൽ വളർന്നിട്ടുള്ള ജെൻസൺ ഹാങ് ആയിരുന്നു ഇവരിൽ ഒരാള്. ക്രിസ് മൽചോവ്സ്കി, കേർട്ടിസ് പ്രിം എന്നിവരായിരുന്നു മറ്റു 2 പേര്. അപ്പോൾ ഈ 90കളുടെയൊക്കെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നതൊക്കെ ഓഫീസ് ഡ്യൂട്ടിക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയം.
ഇപ്പോൾ അത് മാറി പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് ആയി, എൻ്റർടൈൻമെൻറ്റിനായി, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്തൊന്നും മൈക്രോഫോണോ സ്പീക്കറോ ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫിക്സ് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊന്നും ഇല്ല. നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ എനിക്കൊക്കെ ഫോൺ കിട്ടുന്നത് തന്നെ ഒരു കാലഘട്ടത്തിലാണ്. ഈ ഗ്രാഫിക്സ് പോലും ഇല്ലാതിരുന്ന ഒരു സമയം. ഈ സമയത്ത് ഇവർ ചിന്തിച്ചത് മുഴുവൻ പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് ആയിരുന്നു. ഭാവി വരുന്ന കാലം അതിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളതായിരുന്നു അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വൈകാതെ തന്നെ പേഴ്സണൽ കമ്പ്യൂട്ടിങ്ങും 3D ഗ്രാഫിക്സിനും പറ്റുന്ന ചിപ്പുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി തുടങ്ങുന്നതിനെ കുറിച്ച് 3 പേരും കൂടെ ചർച്ച ചെയ്തു. അപ്പോൾ ഈ സമയത്ത് വീഡിയോ ഗെയിമുകൾ കമ്പ്യൂട്ടിങ്ങിന്റെ സ്വഭാവം തന്നെ മാറ്റുമെന്നും ഒക്കെ അവർ കണക്ക് കൂട്ടുകയാണ്. അപ്പൊ ഈ കണക്കുകൂട്ടലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും അവരുടെ ഒന്നും കയ്യിൽ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല, അതിന് വേണ്ടിയിട്ടുള്ള മൂലധനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പൊ ആദ്യം 3 പേരും കൂടെ ഒരു PC വില കൊടുത്ത് വാങ്ങി. കൂടാതെ ഒരു $40,000 ഇവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കി ഈ കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേര് കൊടുക്കണം, നെറ്റ്വർക്ക് സ്റ്റേഷൻ. അതാണ് നെറ്റ്വർക്ക് വേർഷൻ. അതിൻ്റെ ചുരുക്കെഴുത്തായിട്ടുള്ള NV ആണ് പിന്നീട് ഈ പറയുന്ന NVIDIA ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവര് വന്നെത്തുന്നത് ഇതുണ്ടായ കാലം മുതൽ ഇന്റൽ ഭരിക്കുന്ന അമേരിക്കൻ ചിപ്പ് ഇൻഡസ്ട്രിയുടെയൊക്കെ ഇടയിലേക്കാണ് ഇവരുടെ ഈ ഒരു കുഞ്ഞൻ കമ്പനിയായിട്ട് ഇവർ വന്നത്. ഇന്റൽ ഉൾപ്പെടെയുള്ള ഈ കമ്പനികളൊക്കെ ബേസിക് കമ്പ്യൂട്ടിങ്ങിനും സോഫ്റ്റ്വെയർ ഡെവലപ്പിനും വേണ്ടി മാത്രമുള്ള ചിപ്പുകളാണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ അഥവാ GPU ഇതിലൊക്കെ ആയിരുന്നു NVIDIAയുടെ ശ്രദ്ധ. അതായത് ഇവർ നിന്നതിൽ നിന്നും വേറിട്ടൊരു ചിന്തയുമായിട്ടാണ് ഇവർ വന്നത്. അതിലേക്ക് മാത്രം അവർ ചെയ്തു. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, കയ്യിലുള്ള ഈ 40,000 രൂപ കൊണ്ട് ഒരു ചുക്കും നടത്താൻ പറ്റൂല, കൂടുതൽ വേണ്ടി വരും. കാരണം ഒരു 40,000 ചിപ്പ് കൊണ്ട് ഒരു ചിപ്പ് കമ്പനിക്ക് മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. അവിടെയാണ് അമേരിക്കൻ ടെക് നിക്ഷേപകനായിട്ടുള്ള ഡോൺ വാലന്റൈൻ എന്ന് പറയുന്നയാള് എത്തുന്നത്. അപ്പൊ $20 മില്യൺ ഈ 3 പേരുടെയും ആത്മവിശ്വാസം കണ്ടുകൊണ്ട് അദ്ദേഹം ഇവർക്ക് വേണ്ടി ചെലവാക്കുകയാണ്. ആ ചെലവാക്കുന്നത് എന്ന് പറയുമ്പോഴും അപ്പോഴും അവർ പരാജയത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ആദ്യം ചെയ്യുന്നു, പിന്നീട് പരാജയപ്പെടുന്നു, പല കാരണങ്ങൾ കൊണ്ട് ഇവരുടെ ചിപ്പൊന്നും വിറ്റുപോകുന്നില്ല, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായി, പ്രതിസന്ധിയിലേക്കായി. പക്ഷെ പ്രതിസന്ധിയിലായി അവിടെ ജോലിക്കാർക്കുള്ള പൈസ കൊടുക്കാനില്ല, അതെല്ലാം ചോദ്യചിഹ്നമായി അവിടെ നിന്നപ്പോഴും ഇവർ എന്താ പറയുക, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു മനോഭാവമായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങിയ റിവ 128 എന്ന് പറയുന്നത് വൻ വിജയമായതോടുകൂടിയാണ് ഈ പ്രതിസന്ധികളെ മുഴുവൻ NVIDIA എന്നുള്ള ചവിട്ടുപടിയിലേക്ക് എത്തിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നത്. ആദ്യത്തെ ചിപ്പ് 1000-ൽ താഴെ മാത്രം വിറ്റുപോയപ്പോൾ റിവ 128 4 മാസം കൊണ്ട് 10 ലക്ഷത്തിലേറെ യൂണിറ്റുകൾ വിറ്റുപോയി. അപ്പോൾ 99 ജനുവരി 22-ന് NVIDIA പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയായിട്ട് മാറുന്നുണ്ട്. അപ്പോഴേക്കും വീഡിയോ ഗെയിമും ഇൻഡസ്ട്രിയൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കമ്പ്യൂട്ടർ ഗെയിമിൽ നിന്ന് ഇവർ മെല്ലെ AI മാറുന്നത്. അപ്പോഴും അവരുടെ ചിന്ത ഈ പറയുന്ന പോലെ കമ്പ്യൂട്ടർ ഗെയിമിന്റെ കാലം കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നത് എന്താണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന 3 സുഹൃത്തുക്കളാണ്. പിന്നീട് ഈ പറയുന്ന പോലെ മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ കരാറൊക്കെ NVIDIAക്ക് ലഭിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന അവരുടെ ആശയം എന്ന് പറയുന്നത് വരാൻ പോകുന്നത് ഇന്നതാണ്, ഒരു ദീർഘവീക്ഷണം ഉണ്ടാവുമല്ലോ, ഇന്ന കാര്യത്തിലേക്കായിരിക്കും ഇനി വരുന്ന ലോകം പോകുന്നത് എന്നുള്ളതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കിടമത്സരങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഇതിൽ 2001 ഇന്റലുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ തീരുന്നുണ്ട്. ഇതിനു മുമ്പ് അവരുമായിട്ട് ഇന്റലുമായിട്ടുള്ള ചെറിയ വിഷയങ്ങൾ വരുന്നു, ആ തർക്കങ്ങളൊക്കെ തീരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ സഹകരിച്ച് ബിസിനസ് ഡീലുകളൊക്കെ ഉണ്ടാക്കുകയും ആരംഭിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കാലത്തിനിടയിൽ ഗ്രാഫിക് ചിപ്പുകൾ കൊണ്ട് മാത്രം ഭാവിയിൽ മുന്നോട്ട് പോകാനാകില്ല. അവിടെയാണ് ഈ AI-യുടെ സാധ്യതകളെ കുറിച്ച് ഈ 3 സംഘം തേടിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് 2006-ൽ CUDA എന്ന ചിപ്പ് ഇവർ പുറത്തിറക്കുന്നത്. അക്കാലത്താണെങ്കിൽ നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെ AI
എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ലോകം ഒന്നും ചിന്തിക്കാത്ത ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലേക്ക് ഇവർ ചിന്തിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. പിന്നീട് ഇതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. തുടരെ പല ഗവേഷണവും പണവും ഒക്കെ ഉപയോഗിച്ച് ഇവർ ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ആ മികച്ച ഒരു സപ്ലൈ ചെയിൻ ഉണ്ടായത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വന്നതോടുകൂടി അവർക്ക് കുറച്ചുകൂടെ ഈസിയർ ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ കാർ കമ്പനികൾ സോഫ്റ്റ്വെയറുകൾക്കായിട്ട് എൻവിഡിയ ചിപ്പുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. അതൊക്കെ ഈ കമ്പനിക്ക് വലിയ നേട്ടമുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കോവിഡ് കാലത്ത് വർക്ക് ഫ്രം ഹോമുകൾ വ്യാപകമായതോടുകൂടി ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനുള്ള കൂട്ടത്തോടെ ആ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനുള്ള സാധ്യതകളുമൊക്കെ വർദ്ധിക്കുകയും ഇതെല്ലാം അവർ കൂടുതലായിട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് 99 എൻവിഡിയ ആദ്യത്തെ GPU തന്നെ പുറത്തിറക്കുന്നത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലെ ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് മറ്റൊരു മേഖല എന്ന് പറയുന്നത് ക്രിപ്റ്റോ മൈനിങ് ആണ്. ക്രിപ്റ്റോ മൈനിങ് മികച്ച പ്രോസസ്സിംഗ് പവറുള്ള കമ്പ്യൂട്ടർ ആവശ്യവുമാണ്. അപ്പം ഇത്തരത്തിൽ 2010 ശേഷമാണ് ലോകം തന്നെ മാറ്റിമറിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഈ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്നത്. അവിടെ AI കൊണ്ടുവരികയും AIക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും കാലേ കൂട്ടി പ്രവർത്തിക്കുകയും അത് സാധ്യത മനസ്സിലാക്കി അത് ഇറക്കുകയും ചെയ്തതോടുകൂടിയാണ് എൻവിഡിയ എന്ന് പറയുന്ന കമ്പനി ഇത്രയും വലിയൊരു ടേൺ ഓവറിലേക്ക്, അതായത് ആപ്പിളിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അവരെയും മറികടന്നുകൊണ്ട് മുന്നോട്ടുള്ള ഒരു കുതിപ്പിലേക്ക് എത്തുന്നത്.